അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി കളഞ്ഞു കുളിക്കരുത് എന്ന് പറയുന്നത്. നമ്മുടെ ചെറുപ്പക്കാരിൽ കഴുത്തിൽ സ്റ്റീലിന്റെ ചെയിന്, വെള്ളിയുടെ ആഭരണങ്ങൾ, കാതുകുത്തുന്നത്, മൂക്കുകുത്തുന്നത് പുരുഷന്മാർ, കൈകളിൽ വളകൾ, എന്തൊക്കെയോ ബ്രേസ്ലെറ്റുകൾ പുരുഷന്മാർ. ഇതൊക്കെ ആരാ ചെയ്യുന്നത് കൂടുതലെന്നറിയോ? മുസ്ലിം പേരുള്ള നമ്മുടെ മക്കൾ തന്നെ. എന്തിനാണെന്നറിയോ? ആളെ തിരിയാതിരിക്കാനായിരിക്കും. അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഒന്ന് മോഡലായിരിക്കും, രണ്ടാമത്തേത് ഒരു മുസ്ലിം അത് ചെയ്യൂല. മുസ്ലിം പുരുഷന് വെള്ളിയുടെ മോതിരം ധരിക്കൽ സുന്നത്താണ്, വളയന്മാരും ധരിക്കൽ പറ്റൂല. പക്ഷേ നമ്മൾ ഈ ആൾമാറാട്ടം നടത്തുന്ന എന്തിനാണെന്നറിയോ? ഞാൻ എൻ്റെ ഐഡന്റിറ്റിയെ മറച്ചു പിടിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അള്ളാഹു ഇടപെടുന്നത്. ഇവിടെ അള്ളാഹു ഇടപെടുകയാണ്. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. പേര് ചോദിക്കേണ്ടതില്ലാത്ത വിധം, ഒരാളോട് ചെന്ന് പരിചയപ്പെടേണ്ടതില്ലാത്ത വിധം സംസ്കാരത്തിലും വേഷത്തിലും ഈമാനിന്റെ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ആളിനേക്കാളും മുന്തിയവർ ആരാണ് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. നമ്മുടെ ഹെയർ സ്റ്റൈൽ കണ്ടാൽ അറിയില്ല എന്താണത്. താടി വെക്കുന്നുണ്ട്, താടിക്ക് സുന്നത്തുള്ള താടിയുണ്ട്. പക്ഷേ ഇത്തിബാഅ് ചെയ്യുന്നത് അഷ്റഫ് ഖൽഖിനെയും അസ്ഹാബിനെയും സ്വാലിഹീങ്ങളെയും ആണെങ്കിൽ ആ താടിക്ക് കൂലിയുണ്ട്. അല്ലാത്തൊരു താടിയുണ്ട്, അത് നമ്മൾ പല മോഡലുകൾ കാണുന്നുണ്ട്. അത് ഏത് താടിയാ നമുക്കറിയില്ല. നമ്മൾ കുട്ടികൾ വെക്കുന്നത്, ഇത്തിബാഅ് ചെയ്യുന്നത് നമ്മൾ ഉസ്താദുമാരെയാണോ അതല്ല വേറെ വല്ല മോഡലുകളെയാണോ അറിയില്ല. മുടിയൊക്കെ റിബണ് വെച്ച് മുടഞ്ഞു വെച്ച്, കാലിൽ പാദസരപ്പ് തുടങ്ങിയിട്ടില്ല, എന്നാലും ഒരു കെട്ട് കാണുന്നുണ്ട് കാലിൽ, ഒരു കയറിന്റെ ഒരു കെട്ട് ഒരു കാലുമേ. പലതും വരാൻ പോകുന്നുണ്ടാവാം. പിശാച്ച് മനുഷ്യനോട് ചെയ്യുന്ന പിശാച്ചിന്റെ കുതന്ത്രങ്ങളിൽ വലിയൊരു കുതന്ത്രം മനുഷ്യന്റെ കോലം മാറ്റലാണ്. കോലം മാറ്റ മനുഷ്യൻ ആണ് പെണ്ണായിട്ടും പെണ്ണാണായിട്ടും നടക്കുക. അതിനൊക്കെ സപ്പോർട്ട് പറയാനും സിന്ദാബാദ് വിളിക്കാനും അവർക്കൊക്കെ ലൈക്ക് അടിച്ചു കൊടുക്കാനും ഒക്കെ നമ്മുടെ കുട്ടികൾ ഇതൊരു ഫാഷനാക്കി മാറ്റുക. അതൊരു വെറൈറ്റി ആണല്ലോ. അമേരിക്കയിൽ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ക്യാൻ യു ഡിഫൈൻ മീ ഹു ഈസ് വുമൻ? പെണ്ണെന്താണ്, ആരാ പെണ്ണ്, ആരാ ആണ്, ഇതിനെ നിർവചിക്കാൻ കഴിയുമോ എന്ന ചലഞ്ചാണ്. കാലം പോയ പോക്ക് നോക്കണം. ഞാൻ പെൺകുട്ടികൾ വന്ന് പാട്ട് പറയാം, ഐ എം നോട്ട് ഫീമെയിൽ, ഐ എം നോട്ട് ഫെമിനിൻ, ഐ എം നോട്ട് ഗേൾ. അവള് പെണ്ണാണെന്ന് അവൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. പക്ഷെ അവള് പറയാം ഞാൻ പെണ്ണല്ല. ഈ ബേസിക് ഏതൊരു ചെറിയ കുഞ്ഞിനും അറിയുന്ന ഈ ബദീഹിയാത്തിനെ പോലും മനുഷ്യന്റെ മുമ്പിൽ സംശയമാക്കപ്പെടുക. പിന്നീട് പടച്ചവന്റെ കാര്യം പറയുന്നിടത്ത് അങ്ങനെ മനുഷ്യനെ കൊണ്ട് കോലം കളിപ്പിക്കുകയാണ് പിശാച്. ആട് രാമ കുഞ്ചിരാമ എന്ന് പറയില്ല പണ്ടൊക്കെ, കുരങ്ങിനെ കൊണ്ട് ചാടിപ്പിക്കുന്ന പോലെ മനുഷ്യനെ കൊണ്ട് ചാടിപ്പിക്കുകയാണ്. അതിനൊക്കെ നിന്നു കൊടുക്കാനും ആളുകൾ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയാണ്, ദയവ് ചെയ്ത് കൈകളിലും കഴുത്തിലും കാലുകളിലും കാതിലും അണിഞ്ഞ പുരുഷന്മാരുടെ ആഭരണങ്ങളൊന്ന് അഴിച്ചുവെച്ച് പച്ചയായി പടച്ചവൻ പറഞ്ഞ മനുഷ്യരായി ജീവിക്കുക. ആഭരണങ്ങൾ പെണ്ണുങ്ങൾക്കുള്ളതാണ്, ആണിനുള്ളതല്ല. ആണുങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് വെള്ളിയുടെ മോതിരമാണ്. അവിടെ നിർത്തി ലിമിറ്റ് ചെയ്യുക. ഇന്ന കുപ്പായത്തിന്റെ ഉള്ളിൽ ചെയിന് കൊണ്ടെടുക്കണ്ട, കയ്യും ഒരു ചെയിന് വേറെ വേണ്ട, കാതുകുത്തലും മൂക്കുകുത്തലും നമുക്ക് പറഞ്ഞതല്ല. ഇതൊക്കെ ഹറാമുകളിൽ പെടുന്ന കാര്യങ്ങളാണ്. ഫിഖഹിന്റെ മസ്അല എടുത്ത് നോക്കിയാൽ നമ്മൾ പേടിച്ചു പോകും, അത്ര ഗൗരവമാണ്. എന്തേ ഇതിന് അർത്ഥം എന്നറിയോ? ഇതിന്റെ അർത്ഥം വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. മുസ്ലിം ഇത് ചെയ്യൂല. അപ്പോ ഞാൻ എൻ്റെ ഐഡന്റിറ്റി ഒന്ന് മറച്ചു പിടിക്കട്ടെ, ഞാൻ ആളുടെ ഇടയിൽ ഞാൻ അതൊന്നുമല്ല, ഞാൻ വേറൊരാളാണ്. എന്തിനാ അതിൻ്റെ ആവശ്യം? അള്ളാഹുവിൻ്റെ റഹ്മത്ത് പടച്ചവൻ തരാൻ വിചാരിച്ചാൽ നിങ്ങൾ എന്ത് കോലം കെട്ടിടും കാര്യമില്ല.
അത് തടഞ്ഞു വെക്കാൻ വിചാരിച്ചാൽ നിങ്ങൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു തരുന്നത് നിങ്ങൾക്ക് തന്നിരിക്കും. റിസ്ക് അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് റിസ്ക് പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് കോലം കെട്ടല്ലേ. നമ്മുടെ സംസ്കാരവും നമ്മുടെ സ്വഭാവവും നമ്മുടെ മൂല്യവും ഒരിടത്തും കളഞ്ഞു കുളിക്കാതെ ഉയർത്തിപ്പിടിച്ച്, നെഞ്ചകം ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ. അതാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം. വബിർറുൻ ഫി ഇസ്തിഖാമ ലാ യഹീഫു അലാ മൻ യുബ്ഗിദ്. ദേഷ്യപ്പെടുന്നവരോട് അതിക്രമം ചെയ്യുന്നവരല്ല. വലാ യഅ്തമു ഫിൽ ഹുബ്ബ്. സ്നേഹിക്കുമ്പോൾ അതിര് കടന്നു പോകുന്നവരുമല്ല. സ്നേഹത്തിനും പരിധി വേണം. വലാ യദ്ദഈ മാ ലൈസ ലഹ്. തനിക്ക് അർഹതയില്ലാത്തത് വേണമെന്ന് പറയുന്നവനുമല്ല വിശ്വാസി. വലാ യുനാബിസു ബിൽ അൽഖാബ്. ആളുകളെ മോശപ്പെട്ട പേരിട്ട് വിളിക്കുന്നവരുമല്ല. വലാ യുശ്മിതു ബിൽ മുസാബ്. കൂടെ കഴിയുന്ന മനുഷ്യർക്ക്, സഹജീവികൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ അത് കണ്ട് ചിരിക്കുന്നവരല്ല വിശ്വാസികൾ. മുഅ്മിനായൊരു മനുഷ്യനും തൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അവർ നിങ്ങളെ പ്രയാസപ്പെടുത്തിയവരായിരിക്കാം, നിങ്ങളുടെ ശത്രുവായിരിക്കാം. എന്നാൽ പോലും കടുത്ത ഒരു പരീക്ഷണം വരുമ്പോൾ അതിൽ സന്തോഷിക്കരുത്. വലാ യദുറു ബിൽ ജാർ. അയൽവാസികൾക്ക് ഉപദ്രവങ്ങൾ ചെയ്യരുത്. വലാ യഹ്മിസു. ഗീബത്ത് നമീമത്തുകൾ പറയരുത്. അങ്ങനത്തവരാണ് വിശ്വാസികൾ. ഫിസ്വലാത്തി മുതഖശ്ശിഉൻ. നിസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ളവരാണ്. വഇല സകാത്തി മുതസർരിഉൻ. സകാത്ത് കൊടുക്കാൻ വളരെ ധൃതിപ്പെട്ടു വരുന്നവരാണ്. ഇൻ സമത ലം യഗുമ്മുഹു സുംതു. മൗനം വേണ്ടിടത്ത് മൗനം പാലിക്കുന്നവരാണ്. വഇൻ ലഹിക ലം യഅൽ സൗതു. ചിരിക്കുമ്പോൾ ഒച്ച വെച്ച് ചിരിക്കുന്നവരല്ല. ഫിസ്സലാസിലി വഖൂർ. വിപത്തുകൾ ഉണ്ടാകുമ്പോൾ ഗൗരവമുള്ള മുഖമുള്ളവരാണ്. വഫിർറഖാഇ ശുകൂർ. സുഖസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരാണ്. ഖാനിഉൻ ബില്ലദീ ലഹു. അല്ലാഹു നൽകിയതിൽ പരിപൂർണമായ സംതൃപ്തരാണ്. വലാ യജ്മഹു ബിഹിൽ ഗൈദ്. ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നവരല്ല. വലാ യഗ്ലിബുഹു ശുഹു. അല്ലാഹു സമ്പത്ത് നൽകുന്നത് അത് പിടിച്ചു വെക്കുന്ന പിശുക്കുമുള്ളവരല്ല. യുഖാലിത്തുന്നാസ ലിയഅലമ ഔ യുഅല്ലിം. ജനങ്ങളുടെ കൂടെ നടക്കുന്നത് ഒന്നുകിൽ നല്ലത് പഠിക്കാനാണ്, അല്ലെങ്കിൽ നല്ലത് പഠിപ്പിക്കാനാണ്. വയസ്മുതു ലിയസ്ലം. വയസ്മുതു ലിയസ്ലം. അനാവശ്യ കാര്യങ്ങളുടെ ചർച്ച വരുമ്പോൾ, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന ചർച്ചകൾ വരുമ്പോൾ, ഗീബത്ത് നമീമത്തിന്റെ അവസരങ്ങൾ വരുമ്പോൾ യസ്മുത്. മൗനം പാലിക്കുന്നവരാണ്. ലിയസ്ലമ. തെറ്റുകളിൽ ചെന്ന് പെടാതിരിക്കാൻ. വയൻതിഖൂ ലിയുഫ്ഹം. സംസാരിക്കുന്നത് പറഞ്ഞു കൊടുക്കാനാണ്. സംസാരം, വാക്കുകൾ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ. ഇൻകാന മഅദ്ദാകിരീൻ ലം യുക്തബ മഅൽ ഗാഫിലീൻ. ദിക്ർ ചൊല്ലുന്നവരുടെ കൂടെ ശ്രദ്ധയോടെ ഇരിക്കുന്നവർ. വഇൻകാന മഅൽ ഗാഫിലീന കുതിബ മിനദ്ദാകിരീൻ. കൂടെയുള്ള ആളുകൾ മുഴുവനും അശ്രദ്ധമായി ജീവിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവർ. വഇൻ ബുഗിയ അലൈഹി സ്വബർ. ആരെങ്കിലും തന്നോട് അതിക്രമം ചെയ്യുമ്പോൾ ക്ഷമ കാണിക്കുന്നവർ. ഏതുവരെ? ഹത്താ യകൂനല്ലാഹു ഹുവല്ലദീ യൻതഖിമു ലഹു യൗമൽ ഖിയാമ. തന്നോട് അതിക്രമം ചെയ്തവർക്ക് പ്രതികാരം അല്ലാഹു ചെയ്യണം എന്ന് പറഞ്ഞ് ഖിയാമത്തിലേക്ക് മാറ്റിവെക്കുന്നവരാണവർ. ഇതൊക്കെയാണ് ഒരു മുഅ്മിനിന്റെ സ്വഭാവമെന്ന് അല്ലാമ ഇബ്നു ബത്തൂഹ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഒരു കിതാബ് അൽ ഇബാനത്തുൽ കുബ്ര, ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ് ഈ വിവരിക്കുന്നത്. ഇതൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാ ഒരു മുസ്ലിമാകുന്നത്. നിസ്കരിച്ചു, നോമ്പെടുത്തു, അയൽവാസികൾക്ക് ഉപദ്രവം ചെയ്യുന്ന ആളാണ്, വല്ല കാര്യമുണ്ടോ? നിസ്കാരം, സുന്നത്ത് നോമ്പ് വരെയുള്ള ആളാണ്, പക്ഷേ നാവ് കൊണ്ട് ഒരു മനുഷ്യനോട് നല്ല നിലക്ക് സംസാരിക്കാൻ പോലും അറിയില്ല, എല്ലാവരെയും വെറുപ്പിക്കുന്ന ആളാണ്. എന്ത് കാര്യമാണ് അതുകൊണ്ടാണ് മഹാന്മാരായ ഫിഖ്ഹിന്റെ കിതാബുകൾ എടുത്തു നോക്കിയാൽ ഇബാദാത്തുകളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുആമലാത്തിന്റെ ബാബാ വരിക. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ ഇടപാടുകൾ ശരിയാവണം. അത് കഴിഞ്ഞ് കച്ചവടം ചെയ്യാൻ അതിന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കും, ബൈഇന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കും, മുആമലാത്തിന്റെ അഹ്കാമുകൾ പറഞ്ഞു കൊടുക്കും, ഹലാലും ഹറാമും. അത് കഴിഞ്ഞ് പിന്നെ ബാബുൻ നിക്കാഹ് വരും, മനുഷ്യന്റെ കുടുംബജീവിതം ആരംഭിക്കും.
അത് കഴിഞ്ഞ് മനുഷ്യൻ സെറ്റിൽഡായി എന്ന് തോന്നുമ്പോൾ പല വിഷയങ്ങളും വരും, ജീവിതത്തിൽ അബദ്ധങ്ങൾ വരും, തെറ്റുകൾ വരും. അങ്ങനെ ഹുദൂദിന്റെയും ശിക്ഷകളുടെയും വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച വരും. ഇങ്ങനെ അല്ലാഹുവുമായി ബന്ധപ്പെടുത്തി ഇബാദത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ മുആമലാത്തുകളിലും മുനാക്കഹാത്തുകളിലും മനുഷ്യന്റെ മുഖാസമാത്തുകളിൽ വരെ പടച്ചവനെ ഭയപ്പെടേണ്ടവരാണ് നമ്മൾ. ഏത് തർക്കങ്ങളിൽ പോലും അല്ലാഹുവിനെ ഭയപ്പെടേണ്ടവർ. അങ്ങനെ ആകുമ്പോഴാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹു ഹജ്ജത്തുൽ വിദാഇന്റെ ഹബീബിന്റെ അവസാന പ്രസംഗം നടക്കുന്നിടത്ത് അറഫ ദിനത്തിൽ ഹബീബിന് ഇറങ്ങിയ ആയത്താണിത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീന് ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു, സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങൾ സമ്പൂർണമായും നിങ്ങൾക്ക് വർഷിച്ചിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാം നിങ്ങൾക്ക് മരണം വരെ ഫോളോ ചെയ്യാനുള്ള ശരീഅത്തായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്ന മതമാണ് എന്ന് പുണ്യ ഹബീബിന് അവതരിച്ച ആയത്താണിത്. ഒരു ജൂതൻ വന്ന് ഉമർ തങ്ങളോട് പറയുമായിരുന്നു, അമീറുൽ മുഅ്മിനീനെ, ഉമർ തങ്ങളുടെ ഭരണകാലത്ത്, അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും ലൗ നസലത അലൈനാ മആശിറൽ യഹൂദ് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. നിങ്ങളുടെ കിതാബിൽ ഒരായത്തുണ്ടല്ലോ, ഒരായത്ത്. ഉമറേ, അമീറുൽ മുഅ്മിനീൻ തങ്ങളെ, നിങ്ങളുടെ ഖുർആനിലുള്ള ഒരായത്ത് ഞങ്ങൾ ജൂതന്മാർക്കാണ് അവതരിച്ചിരുന്നത് എങ്കിൽ ആ ആയത്ത് അവതരിച്ച ദിവസം ഞങ്ങൾ വേറെ ഒരു പെരുന്നാളായി ആചരിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, അറഫ്തു, നീ പറയുന്ന ആയത്ത് എനിക്കറിയാം. തങ്ങൾ ചോദിച്ചു, നിങ്ങളൊന്ന് പറയാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം സമ്പൂർണമായി പരിപൂർണമായി നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. കാലാകാലങ്ങളിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങളും ഖുർആൻ പരാമർശിച്ചില്ല. പക്ഷേ ലോകാവസാനം വരെ വരാൻ പോകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന്റെ എല്ലാ അടിത്തറയും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസിലും വിശുദ്ധ ഖുർആനിലും നമുക്ക് കാണാൻ കഴിയും. അത് ആലിമീങ്ങൾ അതറിയുന്നവർക്കറിയാം, അറിയാത്തവർക്കറിയൂല. ലോകത്തുള്ള എല്ലാ ഓരോ വിഷയത്തിന്റെയും പേര് പറഞ്ഞ് ഖുർആൻ പരിഹാരം നിർദ്ദേശിച്ചില്ല. പക്ഷേ ഏത് വിഷയത്തിനും ആവശ്യമായ മരുന്ന് ശുദ്ധ ഖുർആൻ അല്ലാഹു വെച്ചുകൊണ്ടാ പോയത്. അത് ആലിമീങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യും, ഫുഖഹാക്കൾ, പണ്ഡിതന്മാർ എല്ലാം പൂർത്തിയാക്കി തന്നിരിക്കും. ഇസ്ലാം സമ്പൂർണമായിരിക്കുന്നു. ഈ ഒരു ആയത്തിറങ്ങിയത് ഞങ്ങൾ ജൂതന്മാർക്കാണെങ്കിൽ ഞങ്ങളന്ന് പെരുന്നാളായി ആചരിക്കുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്കറിയാം ആ ദിവസം ഏത് മാസമാണത് ഇറങ്ങിയത് എന്നും അറിയാം, എവിടെയാണ് ഇറങ്ങിയത് എന്നും അറിയാം. ഫിൽ ഹജ്ജിൽ അക്ബർ, വെള്ളിയാഴ്ച ദിവസം ഹജ്ജ് നടക്കുമ്പോഴാണ്. അത് ഹബീബിന്റെ അവസാനത്തെയും ആദ്യത്തെയും ഹജ്ജായിരുന്നു. പരിശുദ്ധമായ അറഫയിൽ ദുൽഹിജ്ജ 9 ഇറങ്ങിയ ആയത്താണത്. അത് ഞങ്ങൾക്കറിയാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്രമേൽ പെരുന്നാളിന്റെ മേൽ പെരുന്നാളായി വന്ന ഈദുൽ അക്ബറിലാണ് വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് അല്ലാഹു ഇറക്കുന്നത് തന്നെ. ഇസ്ലാം സമ്പൂർണ്ണം. അങ്ങനെ ഒരു മതം ലോകത്ത് അല്ലാഹു നമുക്ക് നൽകിയത് നമുക്ക് അഭിമാനമല്ലേ? ലോകത്ത് ഇന്ന് ഏത് മതമാണുള്ളത്? ജീവിതത്തിൻ്റെ എല്ലാ ദശാസന്ധികളിലും നിയമമുള്ള ഒരു മതം ലോകത്തെ ഏതാ ഉള്ളത്? ഏത് മതമാണ് ഉള്ളത്? വിശുദ്ധ ഇസ്ലാം അല്ലാതെ. അധിക മതങ്ങൾക്കും സെലിബ്രേഷനുകൾ ഉണ്ടാകാം, പക്ഷെ നമ്മളുടെ ജനനം മുതൽ മരണം വരെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അള്ളാഹുവിൻ്റെ കിതാബിൽ നിയമമുണ്ട്. അങ്ങനത്തെ ഒരു ദീൻ മനുഷ്യന് ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് ദീനിലേക്ക് ആളുകൾ ഒഴുകുന്നത്. പടിഞ്ഞാറ് ദീനിലേക്ക് ഒഴുകുകയാണ്. കിഴക്കിൽ നിന്നൊരൽപ്പം പിന്നോട്ടടി ഉണ്ടെങ്കിൽ പോലും പടിഞ്ഞാറിങ്ങോട്ട് ഒഴുകുകയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅിദുകും ലഅല്ലകും തദക്കറൂൻ.
ഒരു മനുഷ്യന്റെ വ്യക്തിത്വം പരിപൂർണമാവണം, സമ്പൂർണമാവണം എന്ന് പറയുകയാണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ പൂർണ്ണ മുസ്ലിമീങ്ങളാവണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ബുദ്ധിമാനിയായിരുന്നു. പുണ്യനബി തങ്ങൾ കാണുമ്പോഴൊക്കെ ചോദിക്കും, അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്, യാ ഉസ്മാൻ കൈഫ യഗ്ലിബുകൽ ഇസ്ലാം, എങ്ങനെയാണ് ഉസ്മാനെ ഇത്രമേൽ ബുദ്ധിയുള്ള ആളായിരിക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇസ്ലാം മനസ്സിലാവാതെ പോകുന്നത്? അതൊരു ചോദ്യമാണ്. അപ്പോൾ ലോകത്തിപ്പോൾ നമ്മുടെ കേരളത്തിലോ കർണാടകയിലോ നമ്മുടെ പരിസരങ്ങളിലോ അടുത്ത സ്റ്റേറ്റുകളിലോ നമ്മുടെ നാടിലോ ഒക്കെ എത്ര വലിയ വലിയ പ്രൊഫഷണലുകളുണ്ട്, എത്ര വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, എത്ര വലിയ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ എന്താണ് ജീവിതം? എന്താണ് മതം? മതങ്ങളിൽ ഏതാണ് ശരി? ആരാണ് ദൈവം? ആരാണ് പടച്ചവൻ? നമ്മൾ എങ്ങോട്ട് പോകുന്നു? എന്തിനിവിടെ വന്നു? ആര് നമ്മളെ പറഞ്ഞയച്ചു? ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ്? മറുപടി പറയാൻ അറിയില്ല. അവർ IAS പാസ്സായവരായിരിക്കാം, സിവിൽ സർവീസ് കോഴ്സുകളിൽ റാങ്ക് ജേതാക്കളായിരിക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ ബേസിക്, ഒരു മനുഷ്യനറിയേണ്ട ഏറ്റവും വലിയ അറിവ്, ആ അറിവ് നേടാൻ കഴിയാതെ പോകുന്നവർ എത്ര പേരുണ്ട്? എല്ലാം പെർഫെക്റ്റാണ്. ദീൻ എന്താണെന്നറിയില്ല. എന്താണ് ജീവിതം? എന്തിനിവിടെ വന്നു? ആരിവിടെ പറഞ്ഞയച്ചു? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവർ പറയുന്നു, അങ്ങനെ ഞാനൊരു നാൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ കലിമ ചൊല്ലി. എനിക്ക് ബോധ്യപ്പെടുകയായിരുന്നു ഇസ്ലാം ഏറ്റവും നല്ല മതമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് വിശുദ്ധ ഹബീബിനെ പരിചയപ്പെട്ട് സലാം പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് കലിമ ചൊല്ലി മുസ്ലിമായി. ഇസ്ലാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിനിടയിലാണ് സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ ആയത്ത്, ഈ ആയത്ത് ഇറങ്ങുന്നത്. അന്നവർക്ക് സൂറയും ആയത്തിന്റെ നമ്പറൊന്നും അവർ പറയില്ല. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബാ وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് എൻ്റെ ഈമാൻ എൻ്റെ മനസ്സിൽ രൂഢമൂലമായത്. അതുവരെ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഈമാൻ പരിപൂർണമാകുന്നത് ഈ ആയത്തിൻ്റെ പരാമർശം കേട്ടപ്പോഴാണ്. എന്താണ് പറയുന്നത്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നീതി ചെയ്യണം എന്ന് പറയുകയാണ്. നീതി ചെയ്യണം, നീതി വേണം, മനുഷ്യർക്ക് ന്യായം വേണം. ന്യായത്തിന്റെ കൂടെ നിൽക്കാവൂ, നീതിയുടെ പക്ഷത്തെ നിൽക്കാവൂ. വൽ ഇഹ്സാൻ, നിങ്ങൾ ഓരോരുത്തരും മനുഷ്യരോട് നന്മ ചെയ്യണം. ആരും ആർക്കും അക്രമികളായി മാറരുത്. വ ഈതാഇ ദിൽ ഖുർബാ, നിങ്ങളുടെ പരിചയങ്ങളിലെ, നിങ്ങളുടെ ബന്ധുക്കളിലെ, നിങ്ങളുടെ അയൽപക്കങ്ങളിലെ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യണമേ. 3 കാര്യം കൽപ്പിച്ചു. 1, നീതി വേണം. ഭരണക്രമങ്ങൾ, ഭരണ സംവിധാനങ്ങൾ സുരക്ഷിതമാവണമെങ്കിൽ അവിടുത്തെ പ്രജകൾക്ക് നീതി വേണം, മനുഷ്യർക്ക് നീതി വേണം. നീതിയില്ലേ പ്രശ്നങ്ങളുണ്ടാകും, പ്രകോപനങ്ങളുണ്ടാകും, കലാപങ്ങളുണ്ടാകും, അസ്വസ്ഥതയുണ്ടാകും. സ്വാഭാവികമാണ്. മനുഷ്യന്റെ മനസ്സ് ഏത് മതവിശ്വാസിയായിക്കോട്ടെ, മനുഷ്യനെ അള്ളാഹു സംവിധാനിച്ചപ്പോ നീതിയുടെ പക്ഷം നിലനിൽക്കാനുള്ള സംവിധാനത്തോടു കൂടിയാണ് പറഞ്ഞയച്ചത്. അങ്ങനെയാണ് മനുഷ്യൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, സത്യവും ധർമ്മവും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മനുഷ്യൻ അള്ളാഹു പടച്ചത്. ആ ഫിത്റത്തിനെ മനുഷ്യനായിട്ടങ്ങ് കേടുവരുത്തിയാലല്ലാതെ ആ സിസ്റ്റം മാറുകയില്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. നിങ്ങൾ ആരും അതിക്രമം ചെയ്യരുത്, ബഗിയു ചെയ്യരുത്, ഇഹ്സാൻ ചെയ്യും. ആദ്യം ഇഹ്സാനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അടുത്ത ഭാഗം നിങ്ങൾ അതിക്രമം ചെയ്യരുത്. നിങ്ങളുടേതല്ലാത്തത് അന്യായമായി ആരുടേതും പിടിച്ചു വലിക്കരുത്. നിങ്ങൾക്ക് അർഹതയില്ലാത്തത് വേണമെന്ന് വാശി പറയരുത്.
നിങ്ങളുടേതല്ലാത്തത് നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ കള്ളത്തരത്തിൽ രേഖകൾ ഉണ്ടാക്കരുത്. വയൻഹാ അനിൽ ഫഹ്ശാ, തിന്മകളിലേക്ക് പോകരുത്, പ്രത്യേകിച്ച് വ്യഭിചാരം പോലെയുള്ള തിന്മകൾ. അതിനെക്കുറിച്ചാണ് ഫഹ്ശാ. വൽ മുൻകർ, എല്ലാ മോശപ്പെട്ടതും നിങ്ങൾ ചെയ്യരുത്. എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും എല്ലാറ്റിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കണമേ. സത്യവിശ്വാസികളോട് പറയാം, അതിലേറ്റവും പ്രധാനപ്പെട്ടത് അൽ ഫഹ്ശാ. ഖിയാമത്തിനോടടുക്കുമ്പോൾ ലോകത്ത് പ്രചരിക്കാനിടയുള്ള തിന്മകളിൽ ഏറ്റവും വലിയ തിന്മ ആണും പെണ്ണും ഹലാലായ ബന്ധങ്ങളിലൂടെ അല്ലാതെയുള്ള ലൈംഗിക വീഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. സ്വാതന്ത്ര്യവാദികൾ ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. ആർക്കും ആരുടെ കൂടെയും കിടക്കണം, ആർക്കും ആരുടെ കൂടെയും ഫ്രണ്ട്സായിട്ട് ഡേറ്റിംഗ് ആയിട്ട് നടക്കാൻ പറ്റണം. ഇതിനനുവദിക്കാത്ത സംവിധാനങ്ങൾ അവരെ കൊഞ്ഞനം കാണിക്കും. അല്ലാഹു പറയുന്നു, വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മോശപ്പെട്ട വാക്കുകൾ പോലും മോശപ്പെട്ട പ്രവർത്തികൾ പോലും നിങ്ങൾ ചെയ്യരുത്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ പോകരുത്. വൽ ബഗി, അതിക്രമങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്, അക്രമങ്ങളുടെ കൂടെ നിൽക്കരുത്, കലാപങ്ങൾക്ക് തീ കൊളുത്തരുത്. നിങ്ങൾ സമാധാനത്തോടെ ഇഹ്സാനിന്റെയും നീതിയുടെയും അതോടൊപ്പം മനുഷ്യനോട് കാണിക്കുന്ന, സഹജീവിയോട് കാണിക്കുന്ന കരുണയുടെയും ആളുകളാണ്. യഅലുകും ലഅല്ലകും തദക്കറൂൻ, ഇത് അല്ലാഹു മനുഷ്യരെ ഉപദേശിക്കുകയാണ്. ഇത് മനുഷ്യർക്ക് നൽകുന്ന ഉപദേശമാണ്. എത്ര മനോഹരമാണ് ഖുർആൻ. ഇത് പറഞ്ഞ് ഈ ആയത്തിറങ്ങിയപ്പോഴാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, എൻ്റെ ഖൽബിൽ ഈമാൻ ഉറച്ചുപോയത് ഈ ആയത്ത് അവതരിച്ചതിന്റെ ശേഷമാണെന്ന് മഹാനവറുകൾ പറയുന്നത്. റളിയല്ലാഹു അൻഹു. ബാറക്കല്ലാഹ്. പകുതി ഒഴിച്ചിട്ട് പിന്നെ അങ്ങ് ചോറ് കഴിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ഉമ്മത്തികൾക്ക് ഞാൻ നബി മാത്രമല്ല, എൻ്റെ ഉമ്മത്തികൾക്ക് ഞാൻ ഏറ്റവും ആദ്യത്തെ അധ്യാപകനാണ്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, ഞാനൊരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന്, ഒരു ഗുരുനാഥനാണ് എൻ്റെ ഉമ്മത്തികൾക്ക് എന്ന് പറഞ്ഞ നബിയാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഗുരുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പോലെ യൗവനത്തിൻ്റെ കൗമാരത്തിൻ്റെ ചിറകടിച്ചു പറക്കുന്ന നേരത്ത് അനന്തമായ വിഹായസിലേക്ക് പറങ്ങാൻ ഒരുങ്ങുന്ന മക്കളോട് താഴെ വീഴാതിരിക്കാൻ, അടിപതറാതിരിക്കാൻ വേണ്ട സാരോപദേശം നൽകുന്ന അധ്യാപകനെ പോലെ കാലാകാലങ്ങളിൽ ജനിച്ചു വളർന്നു മരിക്കാൻ പോകുന്ന തലമുറകൾക്ക് നന്മയുടെ, നീതിയുടെ, എല്ലാ തരത്തിലുമുള്ള മനുഷ്യ വിജയത്തിന്റെ ഏതെല്ലാം നിദാനങ്ങളുണ്ടോ സർവ്വതും ഓരോന്നായി പഠിപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ ഗുരുവാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പുണ്യനബി തങ്ങൾ പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മനുഷ്യന്റെ എല്ലാ തിന്മകളുടെയും ഉമ്മയാണ്. മനുഷ്യന് സംഭവിക്കാൻ പോകുന്ന എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസാണ്. ലഹരി എന്നത് തിന്മകളുടെ ഉമ്മയാണ്. ലഹരി ജന്മം കൊടുക്കുന്ന തിന്മകൾക്ക് മാത്രമാണ്. സ്വബോധം നഷ്ടപ്പെട്ട്, സ്വത്വം നഷ്ടപ്പെട്ട്, നന്മയുടെ അതിർവരമ്പുകളെല്ലാം മറികടന്ന് മനുഷ്യന്റെ തലച്ചോറിൽ കിടക്കുന്ന നന്മകളെല്ലാം മാഞ്ഞുപോയി ഒരു മൃഗത്തെ പോലെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ ഒരു ആൾ രൂപമായി നമ്മുടെ മക്കള് മാറുന്ന ഈ കാലഘട്ടത്തിൽ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഈ ഹദീസിന്റെ പ്രസക്തി ഒന്ന് മനസ്സിലാക്കി നോക്കൂ. എന്തിനാണിത്? ഏത് തിന്മയെക്കാളും വലുതാണിത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളും ഉടഞ്ഞു പോകുന്ന ദിവസം, ഉടഞ്ഞു പോകുന്ന ഒരു ദിനം. മയക്കുമരുന്നും ലഹരിയും ഉപയോഗിച്ച് ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗാൻസുകൾ, ആന്തരിക അവയവങ്ങൾ മുഴുവനും ചുരുങ്ങി
രക്തം വറ്റിവരണ്ട് മനുഷ്യന്റെ ശരീരം ശോഷിച്ച് ശുഷ്കിച്ച് ഭക്ഷണം പോലും വായിലേക്ക് വെക്കാൻ കഴിയാതെ ലഹരി കടിമയായി യൗവനത്തിലെ ആ പറവയറ്റ് നമ്മുടെ മക്കൾ താഴെ വീഴുമ്പോൾ, ഞെട്ടറ്റ് വീഴുമ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്ത ആ ഒരു ഗുരുതരമായ പാതകത്തെ സംബന്ധിച്ച്, ഗുരുതരമായ തെറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗരൂകരാകുന്ന സമയമാണിത്. അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാക്കട്ടെ, അല്ലാഹു നമ്മുടെ ഉമ്മത്തിന് കാവൽ നൽകട്ടെ, അല്ലാഹു കാവൽ നൽകട്ടെ. നമ്മുടെ നാടുകളിലും നമ്മുടെ ഗ്രാമങ്ങളുടെ ഉള്ളിനുള്ളിൽ പോലും, നമ്മുടെ ചെറിയ ചെറിയ സ്കൂൾ ക്യാമ്പസുകളിൽ പോലും കടന്നു വരുന്ന ലഹരി മാഫിയക്കെതിരെയുള്ള നമ്മുടെ ഏറ്റവും കടുത്ത തീരുമാനം, ആ ഒരു തിന്മയെ ഉച്ചാടനം ചെയ്യാനുള്ള ഒരു ഉമ്മത്തിന്റെ മനോധൈര്യം, ആ മനോധൈര്യം കെട്ടുപോകാതെ നമ്മുടെ നാടിൻ്റെ കൂടെ, രാജ്യത്തിൻ്റെ കൂടെ, സമൂഹത്തിൻ്റെ കൂടെ, നിയമപാലകരുടെ കൂടെ നമ്മുടെ യുവതലമുറയെ നാളെയുടെ നേതാക്കന്മാരായി പിടിച്ചുയർത്താൻ കഴിയുന്ന ഒരു നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ കൂടെ നിൽക്കണം ഈ നന്മയിൽ. അതുകൊണ്ട് ലഹരിയുടെ എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ മോചിതരാവുക. നമ്മുടെ മക്കൾക്ക് അല്ലാഹു നല്ല കൂട്ടുകെട്ട് നൽകട്ടെ, നല്ല സൗഹൃദം നൽകട്ടെ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അല്ലാഹു അവരെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ എന്ന് പറയുന്ന ഹബീബിന്റെ ശിഷ്യന്മാർ, പുണ്യനബി എന്ന അധ്യാപകന്റെ ശിഷ്യന്മാർ, അവരുടെ വ്യക്തിത്വങ്ങളെ നമ്മൾ പഠിക്കണം. അവരോരോരുത്തരും ഏതൊക്കെ മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് ഓർക്കണം നമ്മൾ. ഓരോ സ്വഹാബിയും ഹബീബിൽ നിന്ന് ചില വ്യത്യസ്തമായ ഗുണങ്ങൾ പഠിച്ചെടുത്തവരാണ്. ഏതുപോലെ ഓരോ നബിക്കും ഓരോരോ ഗുണങ്ങളുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരുടെ 1,24,000 വരുന്ന എല്ലാ പ്രവാചകന്മാരുടെയും ഗുണങ്ങൾ ഒരുമിച്ച് ചേർത്തവരാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ അനുയായികൾ ഹജ്ജത്തുൽ വിദാഇൽ ഹബീബിന്റെ കൂടെയുള്ളത് 1,24,000. നോക്കണം, 1,24,000 എല്ലാ ഗുണങ്ങളും ഹബീബിൽ, ആ ഹബീബിൽ നിന്ന് പഠിച്ചെടുത്തവരും 1,24,000. അംബിയാഇന്റെ എണ്ണമാണ് ഹബീബിന്റെ സ്വഹാബികളിൽ, ഹബീബിന്റെ കൂടെ ഹജ്ജത്തുൽ വിദാഇൽ വന്നവരുടെ എണ്ണം തന്നെ അംബിയാഇന്റെ എണ്ണമാണ്. ആലോചിച്ച് എന്തൊരു വലിയ അത്ഭുതമാണല്ലേ അത്, എന്തൊരു വലിയ അത്ഭുതമാണ്. ഓരോ സ്വഹാബിയും ഓരോ ഏരിയകൾ സ്വന്തമാക്കിയവരാണ്. ഓരോരുത്തരിലും ഓരോരോ ഗുണങ്ങളുണ്ട്. വിജ്ഞാനത്തെക്കുറിച്ച്, അറിവിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ പഠിക്കേണ്ട ചില സ്വഹാബിമാരുണ്ട്. അവരിൽ മഹത്തുക്കളാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ പണ്ഡിതന്മാരാണ്, അറിവുള്ളവരാണ്. ഇൽമാണ് നമ്മുടെ പാഷനെങ്കിൽ, വായനയാണ് നമ്മുടെ പാഷനെങ്കിൽ, നമ്മുടെ ഹോബിയെങ്കിൽ, പഠിക്കാനും അറിയാനും വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ അനന്തമായ വിഹായസിലേക്ക് പറക്കാനും നമുക്ക് മാതൃക തന്ന 3 സ്വഹാബിമാർ, 3 മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സ്വഹാബികളിലെ ആലിമായ സ്വഹാബിയാണ്. അവർ ആ വഴിക്കുള്ള മാതൃകയാണ്. ഹലാലും ഹറാമും ഏറ്റവും കൂടുതൽ സ്വഹാബികളിൽ പഠിച്ചെടുത്തത് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവാൻ. ഇൽമുൽ ഫറായിദ്, അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ചുള്ള ഇൽമ്, അല്ലെങ്കിൽ ദീനിന്റെ ഫർളുകളെ കുറിച്ചുള്ള ഇൽമ്, അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹിഫ്ളാണ്, മനപ്പാഠമാക്കലാണ്. എങ്ങനെയാണ് മനപ്പാഠമാക്കുന്നത്, എങ്ങനെയാണ് ഹിഫ്ള് ഉണ്ടാവുന്നത്? വലിയ മെമ്മറിയുള്ള മാത്തമാറ്റീഷ്യൻസ് കുട്ടികൾ വരെ കാണാൻ കഴിയും. നല്ല സമർത്ഥരായ കണക്കിൽ, മാത്തമാറ്റിക്സിൽ കഴിവുള്ള മക്കള് നമ്മൾ കാണുന്നില്ലേ? 10 ഡിജിറ്റ് വരെയുള്ള നമ്പർ കൊടുത്താൽ വരെ അതിനെ മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യാൻ കഴിയുന്ന, വലിയ മെന്റൽ മാത്സ് ചെയ്യാൻ കഴിയുന്ന മക്കള്. ഇത് വലിയൊരു കഴിവാണ്. സ്വഹാബികളിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന ഒരു ജീനിയസ് ഉണ്ട്, ഒരു സർവകലാ വല്ലഭനുണ്ട്. വെഴ്സറ്റൈൽ ജീനിയസ് എന്നാ പറയാ, മൗഹൂബ് എന്ന് പറയുന്ന അറബിയില്. അങ്ങനത്തെ മഹാനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു.
ഇന്ന് നമ്മൾ കാണുന്ന സർവമാന അത്ഭുതങ്ങളെയും മനുഷ്യന്റെ മെമ്മറിയുമായി ബന്ധപ്പെട്ട സർവ്വ അത്ഭുതങ്ങളെയും മറികടക്കുന്ന അത്ഭുതമായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ എന്ന പേരുണ്ടായിരുന്ന അബൂ ഹുറൈറ എന്ന് പൂച്ചക്കുട്ടിയെ സ്നേഹിച്ചപ്പോൾ പൂച്ചക്കുഞ്ഞിനെ ഇഷ്ടമുള്ള ആളെന്ന പേര് നബി തങ്ങൾ പേരിട്ട് വിളിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സ്വഹാബികളിലെ വ്യക്തിത്വങ്ങളെ നമ്മൾ പഠിക്കണമെന്നാണ്. ഖസസു സ്വഹാബ, സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. ദീനിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന സാക്രിഫൈസ്, ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യമെങ്കിൽ അടിപതറാതെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യാൻ സർവ്വതും ത്യജിച്ച ഒരു മഹാനുണ്ട്, മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. സുഗന്ധം ഉപയോഗിച്ചിരുന്ന, വിലപിടിപ്പുള്ള സുഗന്ധം ഉപയോഗിച്ചിരുന്ന മദീനക്കാർക്കിടയിൽ രാജകുമാരനെ പോലെ ജീവിച്ച മുസ്അബ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ മുസ്അബ് എന്നവരുടെ അവസാന കാല അവർ മക്കയിൽ തന്നെ ഹബീബിന്റെ കൂടെയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി മദീനക്കാർക്ക് ഖുർആൻ പഠിപ്പിക്കുകയും പുണ്യനബി തങ്ങൾ മദീനയിലേക്ക് വരുന്നതിന്റെ മുമ്പ് മദീനക്കാർക്ക് അറിവ് നൽകിയ എല്ലാം അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഒരു കഫംപുട പോലും, പൂർണ്ണമായി ശരീരം മറയുന്ന ഒരു വസ്ത്രം പോലും തൻ്റെതായി ഉടമസ്ഥാവകാശത്തിൽ ഇല്ലാതിരുന്ന് മരിച്ചുപോയൊരു സ്വഹാബിയുണ്ട്, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അവരൊക്കെ സ്വർഗത്തിലേക്ക് പോയ മുതലാളിമാരാണ്. ധൈര്യമാണ് നിങ്ങളുടെ പാഷനെങ്കിൽ ഉണ്ട് സയ്യിദു ശുഹദാ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അബി ഹംസത്തിൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. ഉത്തരവാദിത്വ നിർവഹണമാണ് നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ പഠിക്കണം. അടിയുറച്ചു നിൽക്കുന്ന പതറാത്ത ഈമാനാണ് നിങ്ങളുടെ മുമ്പിലുള്ളതെങ്കിൽ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ അറിയണം. മുടന്തകാലുണ്ടായിട്ട് പോലും 90-ാമത്തെ വയസ്സിൽ ഉഹദിലേക്ക് ഓടിപ്പോയൊരു സ്വഹാബിയുണ്ട്. ഇന്നി ലഉഹിബ്ബു അൻ അത്അൽ ജന്നത ബിഅറജതി യാ റസൂലല്ലാഹ്. നബി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് അംറുബുൽ ജമുഹേ ഈ മുടന്തുള്ള കാലുകൊണ്ട് എന്തിനാണ് നിങ്ങൾ യുദ്ധത്തിന് വരുന്നത്? നിങ്ങൾ മഅ്ദൂറാണല്ലോ, നിങ്ങൾക്ക് അല്ലാഹു ഉദ്ർ സ്വീകരിച്ചിട്ടുണ്ട്. കാലുകൊണ്ട് നടക്കാൻ കഴിയാത്ത നിങ്ങൾ എന്തിനാണ് ഓടി വരുന്നത് എന്ന് ചോദിച്ചപ്പോ, യാ റസൂലല്ലാഹ്, പുണ്യ നബിയേ, എൻ്റെ മുടന്തം കാലുകൊണ്ട് സ്വർഗത്തിൽ ചവിട്ടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് 90 വയസ്സ് കഴിഞ്ഞ മഹാൻ മുടന്ത കാലുകൊണ്ട് ഉഹദിലേക്ക് വന്ന് ഇസ്ലാമിന്റെ പതാക പിടിച്ച് നെഞ്ചിലേക്ക് ഒരു അമ്പ് തറച്ചുകൊണ്ട് ഷഹീദായി വീണപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, റഅയ്തു അംറ ഇബ്നുൽ ജമൂഹ് യതഉ ബിഅറജതിഹിൽ ജന്ന. തൻ്റെ മുടന്തം കാലുകൊണ്ട് സ്വർഗത്തിൽ ചവിട്ടുന്നത് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു എന്ന് ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും അലിയാരിതങ്ങളും ഖുലഫാഉർ റാഷിദൂൻ, അവരുടെ ജീവിതം വേറെ തന്നെ എൻസൈക്ലോപീഡിയകളാണ്. ഓരോന്നും വിശ്വവിജ്ഞാന കോശങ്ങളാണ്. അപ്പൊ ഹബീബിന്റെ ജീവിതം എന്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കി നോക്കും. ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ആ ഒരു കണ്ണാടിയിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളുണ്ട് അവിടെ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന നേതാവിനെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നേതൃത്വം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാൻ. ചെറുപ്പക്കാരനായിരുന്നിട്ടും ടാലന്റഡായ ഒരു ചെറുപ്പക്കാരനുണ്ട്. 2000-ഓളം വരുന്ന സ്വഹാബികൾ, അവരിൽ 50-ഉം 60-ഉം 70-ഉം പ്രായമുള്ളവർക്ക് നേതാവായി ഒരു സൈന്യത്തെ നയിച്ചു കൊണ്ടുപോയ മീശ മുളച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. 17 വയസ്സുള്ള നേതാവ് ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. ഉസാമ തങ്ങളുടെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മണ്ണിലൂടെ നടക്കുമ്പോ, യാ ഖലീഫത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായവരെ,
നിങ്ങൾ എന്തിനാണ് കാലിൽ മണ്ണാക്കുന്നത്? നിങ്ങൾ ഒന്നുകിൽ ഒട്ടകപ്പുറത്ത് കയറണം, ഞാൻ താഴെ ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും നടക്കാം മണ്ണിലൂടെ എന്ന് 17 വയസ്സുള്ള സൈന്യത്തിന്റെ നേതാവ് ഹിബ്ബു റസൂലില്ലാഹി വബ്നു ഹിബ്ബി റസൂലില്ലാഹ് ഉസാമത്ത് ഇബ്നു സൈദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹുമാ. ആ ഉസാമ തങ്ങൾ ഒട്ടകപ്പുറത്ത് നിൽക്കുമ്പോൾ സിദ്ദീഖ് എന്നവരുടെ മറുപടി, ഉസാമ നിങ്ങൾ താഴെ ഇറങ്ങില്ല, ഞാൻ മേലോട്ട് കയറുകയുമില്ല, എന്റെ കാലിൽ വമാലിയ, എനിക്കെന്താണ് കുഴപ്പം ഉസാമ? ഇൻ തഗബ്ബറത് ഖദമി സഅതൻ ഫീ സബീലില്ലാഹ്, ഏതാനും സമയം എൻ്റെ കാലിൽ മണ്ണായാൽ അതും അല്ലാഹുവിൻ്റെ വഴിയിൽ ത്യാഗം ചെയ്യാൻ പോകുന്ന ഒരു സൈന്യത്തിന് യാത്ര അയക്കുമ്പോൾ അതിൽ എന്ത് കുഴപ്പമാണ് ഉസാമ? നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞ് യുവാവായ നേതാവിനെ ആദരിക്കുമ്പോഴും മുതിർന്ന നേതാവിനെ ഖലീഫയെ ഇങ്ങോട്ട് മതിവരോളം ബഹുമാനിക്കുന്ന ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ വായിക്കാൻ തയ്യാറാവണം. വിവാഹം കഴിഞ്ഞാൽ പിന്നെ പഠനം നടക്കില്ല എന്ന ഒരു ചൊല്ലുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പെൺകുട്ടികൾ പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞാൽ പിന്നെ പഠിക്കാതിരിക്കുന്നത്. അറിയണം, വിവാഹം കഴിച്ചതിന്റെ ശേഷമാണ് നമ്മുടെ ഉമ്മയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ശരീഅത്ത് പഠിച്ചത്, ബീവി റളിയല്ലാഹു അൻഹ മെഡിസിൻ പഠിച്ചത്, ബീവി റളിയല്ലാഹു അൻഹ ലുഗത്ത് പഠിച്ചത്, ഭാഷകൾ പഠിച്ചത്, ബീവി റളിയല്ലാഹു അൻഹ അൻസാബുകൾ പഠിച്ചത്, ബീവി റളിയല്ലാഹു അൻഹ പോയട്രി പഠിച്ചത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ്. ഹബീബിനോടുള്ള വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം ഇത്രയും വലിയ ശാസ്ത്രശാഖകൾ പഠിച്ച പണ്ഡിതയായിരുന്നു ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മുനാ അസ്-സിദ്ദീഖത്തു ബിൻതു സിദ്ദീഖ് ആയിഷ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമാ. മഹദി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നമ്മുടെ പെൺകുട്ടികൾക്ക് മാതൃകയാണ്. പഠിക്കണം. പഠനം മാർക്കുകൾ മാത്രമല്ല, പഠനം എന്ന് പറയുന്നത് ഗ്രേഡ് മാത്രമല്ല, പഠനം എന്നത് സംസ്കാരമാണ്. അവിടെയാണ് നമ്മുടെ നാടും കഴിഞ്ഞ കാലഘട്ടങ്ങളെയും നമ്മളൊന്ന് വേർതിരിക്കുന്നത്. ഇന്ന് മാർക്കുണ്ട്, എന്ത് അലമ്പ് കളിച്ചാലും എക്സാമിൽ മാർക്കുണ്ടോ, നല്ല പഠിച്ച മോളാണ്, പഠിച്ച മോനാണെന്ന് നമ്മൾ പറയാ. പക്ഷേ ആ എക്സാം നടക്കുന്നത് വരെയും അതിൻ്റെ മുമ്പും അതിന് ശേഷവും ക്യാമ്പസിലെ അവരുടെ ജീവിതം എന്തായിരുന്നു? ശരിക്കതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്നതൊരു ജീവിതമാണ്, അത് മാർക്ക് ഷീറ്റ് അല്ല. വിദ്യാഭ്യാസം എന്നത് A+കൾ നേടലല്ല. A+ കിട്ടിയവർ എൻ്റെ കുട്ടി നല്ല പഠിച്ച കുട്ടിയാണെന്ന്. പക്ഷേ അവരുടെ ക്യാമ്പസിലെ ജീവിതം എന്തായിരുന്നു? അതുകൊണ്ട് വിവാഹം അറിവ് നേടാൻ തടസ്സമാവരുത് എന്ന് പഠിപ്പിച്ച ഉമ്മയാണ് നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഹബീബായ തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഒരു സ്വഹാബിയുണ്ട്, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹു അമീനു സിർരി റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ അതീവ രഹസ്യങ്ങൾ സൂക്ഷിച്ച ആളാണ്. പള്ളിക്ക് സെക്രട്ടറി ഉണ്ടാവും. സെക്രട്ടറിയുടെ ജോലി എന്താണെന്നറിയോ? ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട സീക്രട്ടുകളെ ഹാൻഡിൽ ചെയ്യുക എന്നതാണ്. സീക്രട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളെയാണ് സെക്രട്ടറി എന്ന് പറയാ. ചില കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടാകും, രഹസ്യ സ്വഭാവമുള്ള ചില അറിവുകൾ ഉണ്ടാകും. അത് കാത്തു സൂക്ഷിക്കുന്നവരാണ് അവര്. കമ്മിറ്റി ഭാരവാഹികൾ അങ്ങനെയാണ്. അൽ മജാലിസു ബിൽ അമാന എന്ന് ദീൻ പഠിപ്പിക്കും. അൽ മജാലിസു ബിൽ അമാന, നമ്മുടെ ഒരു മീറ്റിംഗ് അതിനൊരു അമാനത്തുണ്ട്. ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന മെമ്പർമാർ, ആ മീറ്റിങ്ങിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അതിൻ്റെ മീറ്റിംഗ് മിനിറ്റ്സുകൾ അനൗൺസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് മെമ്പർമാർ ഫോണിൽ റെക്കോർഡ് ചെയ്ത് പോവുക. ഇതെന്ത് മീറ്റിംഗാണ്? ഒരു മീറ്റിംഗ് രഹസ്യമായ ഒരു കൂടിയാലോചന ചെയ്യുമ്പോൾ ആ കൂടിയാലോചനയുടെ ചർച്ചകളെ പുറം ലോകത്തേക്ക് എത്തിക്കുക, ന്യൂസുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ചെയ്യാൻ പാടില്ല. അൽ മജാലിസു ബിൽ അമാന, മജ്ലിസുകൾക്കൊരു അമാനത്തുണ്ടെന്നാണ്. അമാനത്തുകൾ നഷ്ടപ്പെടുന്നത് അമാനത്തുകൾ നഷ്ടപ്പെടുന്നിടത്ത് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരുപാട് സ്വഹാബികളെ നമ്മൾ പഠനത്തിന് വിധേയരാക്കണം. ഒരുപാട് സ്വഹാബിമാർ, അവരിൽ താബിഈങ്ങൾ പഠിക്കേണ്ടതുണ്ട്. താബിഈങ്ങൾ
നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹത്തുക്കൾ, തൊട്ടടുത്ത തലമുറകളിൽ കഴിഞ്ഞുപോയവർ, മുൻ തലമുറകളിൽ സലഫ് സ്വാലിഹീങ്ങളിൽ ഖൈറുൽ ഖുറൂനിൽ കഴിഞ്ഞുപോയവർ, ഒരുപാട് ആളുകളെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് കിതാബുകൾ വായിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം മഹത്തുക്കളുടെ ചരിത്രം പഠിക്കലാണ് എന്ന് പറഞ്ഞ മഹാനാണ് ഫുഖഹാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഇമാമു അഹ്ലിർ റൈ, മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. വ്യക്തിത്വങ്ങളെ ബയോഗ്രഫീസ് പഠിക്കുന്നത്, വ്യക്തികളുടെ ചരിത്രങ്ങൾ പഠിക്കുന്നത്, അവരുടെ സംസ്കാരങ്ങൾ പഠിക്കുന്നത്. ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു താബിഈയുണ്ട്, മിൻ കിബാരി താബിഈൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ്. അന്ന് മുസ്ലിമാണ്, പക്ഷെ ഹബീബിന്റെ മജ്ലിസിലെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സ്വഹാബിയായില്ല, യമനിയാണ്. ഉവൈസുൽ ഖർനി, ഉവൈസ് ഇബ്നു ആമിർ മിൻ മുറാദിൻ മിൻ ഖർനിൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ മഹാനായ ഉവൈസുൽ ഖർനി തങ്ങൾ റളിയല്ലാഹു അൻഹു വറഹ്മത്തുള്ളാഹി തആല അലൈഹി. താബിഈങ്ങളിൽപ്പെട്ട മറ്റൊരു മഹാനുണ്ട്, നജാഷി രാജാവ്. അദ്ദേഹം താബിഈയാണ്. നബി തങ്ങളുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ നബി തങ്ങളുടെ അരികത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പുണ്യനബി തങ്ങൾ ഗായിബിന്റെ മയ്യിത്ത് നിസ്കരിച്ചു. ജനാസ അങ്ങ് എത്യോപ്യയിലാണ്, പക്ഷെ മദീനത്തെ പള്ളിയിൽ തങ്ങൾ നിസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. താബിഈങ്ങളാണ്. താബിഈങ്ങളുണ്ട് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, അതാ ഇബ്നു നബി റബാഹ് റളിയല്ലാഹു അൻഹു, ഇമാം മുജാഹിദ് എന്നവർ, മഹാനായ ഇക്രിമ തങ്ങൾ. സ്വഹാബിയുണ്ട്, താബിഈയുണ്ട്. ഇക്രിമ എന്ന പേരുള്ള താബിഈയുണ്ട്, ഇക്രിമ എന്ന പേര് സ്വഹാബിയുണ്ട്. ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു. നോക്കണം, വഹപ്പ ഫിർഔന, അബൂജഹലിന്റെ മകൻ സ്വഹാബിയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ഇതീകും ഇക്രിമത്തു മുസ്ലിമാ ഫലാ തസുബ്ബു അബാ ഫഇന്ന സബ്ബൽ മയ്യിത് യുദിൽ ഹയ്യ വലാ യസ്ലുൽ മയ്യിത് എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇക്രിമ റളിയല്ലാഹു അൻഹു പുണ്യ നബി തങ്ങളെ കളിയാക്കുകയും ഹബീബിന്റെ കുടുംബിനിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്ത കപടവിശ്വാസികളുടെ ഒരു നേതാവുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ലഅനഹുല്ലാഹ്. പുണ്യ നബി തങ്ങൾ അത്രമേൽ വേദനിപ്പിച്ച ആളാണ്. പക്ഷേ അയാളുടെ മകൻ സ്വഹാബിയാണ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുല്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുല്ലാഹ് സ്വഹാബിയാണ്, ഹബീബിന്റെ സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. വലീദ് ഇബ്നു മുഗീറ പുണ്യ നബി തങ്ങളുടെ ശത്രുവായിരുന്നു. അവരുടെ മകനുണ്ട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, സ്വഹാബിയായി മാറി. വല്ലാത്ത അത്ഭുതമാണ് സ്വഹാബികളുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ. അതുകൊണ്ട് നല്ല പൗരുഷമുള്ള, ആണത്വമുള്ള, സംസ്കാരമുള്ള, ദീനിന്റെ കാവലാളുകളായ ആൺകുട്ടികളായിരുന്നു അവരെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവരെ പരിചയപ്പെടുത്തുകയാണ്. لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين.